2 മക്കബായർ അധ്യായം 4. ഹെലിയോദോറസിനെ പ്രേരിപ്പിച്ച് അനർത്ഥങ്ങൾക്കിടയാക്കിയത് ഓനിയാസാണെന്ന് ധനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകി സ്വരാജ്യത്തെ വഞ്ചിച്ച പ്രസ്തുത ശിമയോൻ പറഞ്ഞു വരുത്തി. നഗരത്തിൻ്റെ ഉപകാരിയും ജനത്തിൻ്റെ സംരക്ഷകനും നിയമങ്ങളിൽ തീഷ്ണമതിയുമായ അവനെ ഭരണകൂടത്തെ എതിർക്കുന്ന ഉപജാപകനായി മുദ്രകുത്താൻ അവൻ മടിച്ചില്ല. ഈ വിരോധം വളർന്ന് ശിമയോന്റെ വിശ്വസ്തരായ അനുചരന്മാരിലൊരുവൻ കൊലപാതകങ്ങൾ പോലും നടത്താൻ തുടങ്ങി. അപ്പോൾ ശിമയോന്റെ വിരോധം ഗുരുതരമാണെന്നും മെനസ്തേവൂസിൻ്റെ പുത്രനും ദക്ഷിണ സിറിയയുടെയും ഫിനീഷ്യയുടെയും ഭരണാധിപനുമായ അപ്പൊളോണിയൂസ് അവൻ്റെ ദുഷ്ടതയ്ക്ക് മൂർച്ച കൂട്ടുന്നുവെന്നും ഓനിയാസ് മനസ്സിലാക്കി. ആരെയും കുറ്റപ്പെടുത്താനല്ല, ജനത്തിൻ്റെ പൊതു നന്മയും വ്യക്തിപരമായ നന്മയും ലക്ഷ്യമാക്കി അവൻ രാജാവിനെ സമീപിച്ചു. രാജാവ് ഇടപെട്ടില്ലെങ്കിൽ പൊതുക്കാര്യങ്ങൾ സമാധാനപരമായി ഒത്തുതീർപ്പിലെത്തുകയില്ലെന്നും ശിമയോൻ അവിവേകം അവസാനിപ്പിക്കുകയില്ലെന്നും അവൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. സെല്യൂക്കസ് മരിച്ചതിന് ശേഷം എപ്പിഫാനസ് എന്ന് വിളിക്കപ്പെടുന്ന അന്ത്യോക്കസ് രാജാവായപ്പോൾ ഓനിയാസിൻ്റെ സഹോദരൻ ജാസൻ കോഴ കൊടുത്ത് പ്രധാന പുരോഹിത സ്ഥാനം കൈക്കലാക്കി. അവൻ രാജാവിനെ കണ്ട് 360 താലന്തും വേറൊരിനത്തിൽ 80 താലന്തും വെള്ളി വാഗ്ദാനം ചെയ്തു. തൻ്റെ അധികാരത്തിൽ ഒരു കായികാഭ്യാസ കളരിയും യുവജന സംഘവും സ്ഥാപിക്കാൻ അനുവദിക്കുകയും ജെറുസലം പൗരന്മാരെ അന്ത്യോക്യ പൗരന്മാരായി അംഗീകരിക്കുകയും ചെയ്താൽ 180 താലന്ത് കൂടി കൊടുക്കാമെന്നും അവൻ സമ്മതിച്ചു. രാജാവിൻ്റെ അനുമതി നേടി ജാസൻ പുരോഹിത സ്ഥാനം ഏറ്റെടുത്ത ഉടനെ ജനത്തെ ഗ്രീക്ക് സമ്പ്രദായങ്ങളിലേക്ക് തിരിച്ചു തുടങ്ങി. റോമാക്കാരുമായി സഖ്യം സ്ഥാപിക്കാൻ ദൂതനായി പോയ യുപ്പളയമോസിൻ്റെ പിതാവായ യോഹന്നാൻ യഹൂദർക്ക് നേടിക്കൊടുത്ത രാജകീയ ആനുകൂല്യങ്ങൾ അവൻ അവഗണിച്ചു. ജാസൻ നിയമാനുസൃതമായ ജീവിത സമ്പ്രദായങ്ങൾ നാട്ടിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്ത് നിയമവിരുദ്ധമായ പുതിയ ആചാരങ്ങൾ ഏർപ്പെടുത്തി. അവൻ ഉത്സാഹത്തോടെ കോട്ടയ്ക്ക് നേരെ താഴെ ഒരു കായികാഭ്യാസ കളരി സ്ഥാപിക്കുകയും ഗ്രീക്ക് തൊപ്പി ധരിക്കാൻ കുലീന യുവാക്കളെ നിർബന്ധിക്കുകയും ചെയ്തു. അധർമ്മിയും പ്രധാന പുരോഹിതനെന്ന് ഭാവിച്ചവനുമായ ജാസന്റെ അതിരറ്റ ദുഷ്ടത നിമിത്തം ജനം യവനാചാരങ്ങളും വിദേശീയ സമ്പ്രദായങ്ങളും അങ്ങേയറ്റം വരെ സ്വീകരിച്ചു. പുരോഹിതന്മാർക്ക് ബലിപീഠ ശുശ്രൂഷയിൽ ശുഷ്കാന്തി നശിച്ചു. ചക്രത്തളികയേറിന് സമയമായാലുടൻ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തെ അവഗണിക്കുകയും ബലിയർപ്പണത്തിൽ അനാസ്ഥ കാണിക്കുകയും ചെയ്തുകൊണ്ട് പരിപാടികളിൽ സംബന്ധിക്കാൻ മത്സര രംഗത്തേക്ക് കുതിക്കുകയായി. പിതാക്കന്മാർ വിലമതിച്ചതെല്ലാം അവർ പുച്ഛിച്ചു തള്ളുകയും ഗ്രീക്കുകാർ ആദരിച്ചതെല്ലാം വിലമതിക്കുകയും ചെയ്തു. തന്മൂലം അവർ കൊടിയ വിപത്തുകളിൽ അകപ്പെട്ടു. അവർ മാനിക്കുകയും അന്യോന്യം അനുകരിക്കാൻ ഇച്ഛിക്കുകയും ചെയ്ത ജീവിത സമ്പ്രദായങ്ങളുടെ ഉടമകൾ ശത്രുക്കളായി തീർന്ന് അവരെ ശിക്ഷിച്ചു. ദൈവിക നിയമങ്ങളോട് അനാദരം കാണിക്കുന്നത് നിസ്സാരമല്ല. ഭാവി സംഭവങ്ങൾ ഈ വസ്തുത തെളിയിക്കും. ടയറിൽ രാജാവിൻ്റെ സാന്നിധ്യത്തിൽ ചതുർവാർഷിക മത്സരങ്ങൾ നടക്കുമ്പോൾ നീചനായ ജാസൻ അന്ത്യോക്യ പൗരന്മാരായി ജെറുസലമിൽ നിന്ന് തിരഞ്ഞെടുത്ത ദൂതന്മാരെ ഹെർക്കുലീസിന് ബലിയർപ്പിക്കാൻ 300 ദ്രാഗ്മ വെള്ളിയുമായി അങ്ങോട്ടയച്ചു. പണം കൊണ്ടുപോയവർ അത് ഹെർക്കുലീസിന് ബലിയർപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അനുചിതമെന്ന് കരുതി മറ്റൊരു കാര്യത്തിന് വിനിയോഗിച്ചു. പണം കൊടുത്തയച്ചവൻ അതുകൊണ്ട് ഹെർക്കുലീസിന് ബലിയർപ്പിക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിലും അതുകൊണ്ടുപോയവർ ചെറിയ പായ്ക്കപ്പൽ നിർമ്മിക്കാനാണ് ഉപയോഗിച്ചത്. ഈജിപ്തിൽ ഫിലമത്തോറിൻ്റെ കിരീടധാരണത്തിൽ സംബന്ധിക്കാൻ മെനസ്തേവൂസിൻ്റെ പുത്രൻ അപ്പൊളോണിയൂസ് അയക്കപ്പെട്ടപ്പോൾ ഫിലോമെത്തോറിന് തന്നോട് ശത്രുതയുണ്ടെന്ന് അന്ത്യോക്കസ് മനസ്സിലാക്കി. അവൻ തൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു. ജോപ്പായിലെത്തിയതിനു ശേഷം അവൻ ജെറുസലമിലേക്ക് യാത്ര തിരിച്ചു.
ജാസനും നഗരവാസികളും അവനെ അത്യാഡംബരപൂർവ്വം പന്തങ്ങളോടും ആർപ്പുവിളികളോടും കൂടെ സ്വീകരിച്ചു. അനന്തരം അവൻ സൈന്യസമേതം ഫിനീഷ്യയിലേക്ക് നീങ്ങി. 3 വർഷം കഴിഞ്ഞ് ജാസൻ മുൻപ് പറഞ്ഞ ശമയോന്റെ സഹോദരൻ മെനലാവൂസിനെ രാജാവിൻ്റെ അടുത്ത് പണം എത്തിക്കാനും സുപ്രധാന കാര്യങ്ങളെക്കുറിച്ചുള്ള രാജാവിൻ്റെ തീരുമാനം അറിയാനുമായി അയച്ചു. രാജസന്നിധിയിലെത്തിയ മെനലാവൂസ് രാജാവിനെ അധികാരഭാവത്തോടെ പുകഴ്ത്തുകയും ജാസനേക്കാൾ 300 താലന്ത് വെള്ളി കൂടുതൽ വാഗ്ദാനം ചെയ്ത് പ്രധാന പുരോഹിത സ്ഥാനം സ്വന്തമാക്കുകയും ചെയ്തു. രാജതീട്ടൂരം നേടി മടങ്ങിയെത്തിയ അവന് പ്രധാന പുരോഹിത സ്ഥാനത്തിന് വേണ്ട ഗുണങ്ങളൊന്നും ഇല്ലായിരുന്നു. ക്രൂരനായ സ്വേച്ഛാധിപതിയുടെ ഉഗ്രകോപവും വന്യമൃഗത്തിൻ്റെ ക്രൂരതയും മാത്രമുണ്ടായിരുന്നു. സ്വസഹോദരനെ സ്ഥാനഭ്രഷ്ടനാക്കിയ ജാസൻ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടു. അവന് അമ്മോൻ നാട്ടിലേക്ക് പലായനം ചെയ്യേണ്ടതായും വന്നു. മെനലാവൂസ് പുരോഹിത സ്ഥാനം കൈയേറ്റെങ്കിലും വാഗ്ദാനം ചെയ്ത തുക രാജാവിന് ക്രമമായി കൊടുത്തില്ല. കോട്ടയുടെ അധിപനും നികുതി പിരിക്കാൻ ചുമതലപ്പെട്ടവനുമായ സൊസ്ത്രാത്തൂസ് അവനോട് പണം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ഇക്കാര്യത്തെ ചൊല്ലി രാജാവ് ഇരുവരെയും വിളിച്ചു വരുത്തി. പുറപ്പെടുന്നതിന് മുമ്പ് മെനലാവൂസ് സ്വസഹോദരൻ ലിസിമാക്കൂസിനെ പ്രധാന പുരോഹിതന്റെ ചുമതല ഏൽപ്പിച്ചു. സൊസ്ത്രാത്തൂസ് തനിക്ക് പകരം സൈപ്രസ് ഗണത്തിൻ്റെ സേനാധിപനായ ക്രാത്തസിനെ നിയോഗിച്ചു. ഇക്കാലത്ത് രാജാവ് തൻ്റെ ഉപനാരിയായ അന്ത്യോക്കിസിന് താർസൂസ്, മള്ളൂസ് എന്നീ നഗരങ്ങൾ സമ്മാനിച്ചതിനാൽ അവിടെ ജനങ്ങൾ കലാപമുണ്ടാക്കി. അതിനാൽ രാജാവ് ഉന്നതസ്ഥാനീയായ അന്ത്രോനിക്കൂസിനെ തൻ്റെ ചുമതലകൾ ഏൽപ്പിച്ചിട്ട് ലഹള ഒതുക്കാൻ അതിവേഗം യാത്രയായി. പറ്റിയ സന്ദർഭമെന്ന് കണ്ട് മെനലാവൂസ് ദേവാലയത്തിലെ സ്വർണ്ണപാത്രങ്ങളിൽ ചിലത് മോഷ്ടിച്ച് അന്ത്രോനിക്കൂസിന് നൽകി. മറ്റ് പാത്രങ്ങൾ അവൻ ടയറിനും സമീപ നഗരങ്ങൾക്കും വിറ്റുകഴിഞ്ഞിരുന്നു. ഇതറിഞ്ഞ ഓനിയാസ് അന്ത്യോക്യായ്ക്ക് സമീപമുള്ള ദാഫ്നയിലെ വിശുദ്ധ മന്ദിരത്തിലേക്ക് മാറിയതിനു ശേഷം ഈ പ്രവൃത്തികൾ പരസ്യമാക്കി. അതിനാൽ ഓനിയാസിനെ വധിക്കാൻ മെനലാവൂസ് അന്ത്രോനിക്കൂസിനെ രഹസ്യമായി പ്രേരിപ്പിച്ചു. അന്ത്രോനിക്കൂസ് ഓനിയാസിനെ സമീപിച്ച് വലത് കരങ്ങൾ ചേർത്ത് വഞ്ചനാപൂർവ്വം ശപഥം ചെയ്തു. ഓനിയാസ് അപകടം ശങ്കിച്ചെങ്കിലും അവനെ വിശുദ്ധ മന്ദിരത്തിന് പുറത്തു കൊണ്ടുവരുവാൻ അന്ത്രോനിക്കൂസിന് കഴിഞ്ഞു. അവൻ നീതിയെക്കുറിച്ച് തെല്ലും വിചാരമില്ലാതെ ഓനിയാസിനെ വധിച്ചു. അന്യായമായ ഈ വധത്തിൽ യഹൂദരും മറ്റു ജനതകളിൽപ്പെട്ട വളരെ പേരും ദുഃഖിക്കുകയും അമർഷം കൊള്ളുകയും ചെയ്തു. രാജാവ് കിലീക്കിയ ദേശത്തു നിന്ന് മടങ്ങിയെത്തിയപ്പോൾ നഗരത്തിലെ യഹൂദർ ഓനിയാസിൻ്റെ അകാരണവധത്തെക്കുറിച്ച് പരാതി ബോധിപ്പിച്ചു. ഗ്രീക്കുകാരും ഈ അക്രമത്തിലുള്ള തങ്ങളുടെ അമർഷം പ്രകടിപ്പിച്ചു. അന്ത്യോക്കസ് പരേതൻ്റെ പരിപാകതയും സത്സ്വഭാവവും അനുസ്മരിച്ച് മനോവ്യഥയും സഹതാപവും പൂണ്ട് കരഞ്ഞു. പെട്ടെന്ന് കോപം ജ്വലിക്കുകയും അന്ത്രോനിക്കൂസിൻ്റെ ചെങ്കുപ്പായം ഉരിഞ്ഞുകളയുകയും മേലങ്കി വലിച്ചീറുകയും ചെയ്തു. ആ രക്തദാഹിയെ നഗരത്തിലൂടെ നടത്തിച്ച് ഊനിയാസിനോട് അക്രമം പ്രവർത്തിച്ച സ്ഥലത്ത് കൊണ്ടുവന്ന് കൊന്നുകളഞ്ഞു. കർത്താവ് അവൻ അർഹിച്ച ശിക്ഷ നൽകി പകരം വീട്ടി. ലിസിമാക്കൂസ് മെനലാവൂസിൻ്റെ മൗനാനുവാദത്തോടെ നഗരത്തിൽ ദൈവദൂഷണപരമായി പലതും പ്രവർത്തിച്ചു. സ്വർണ്ണപാത്രങ്ങളിൽ പലതും മോഷ്ടിക്കപ്പെട്ടു. വിവരം പരസ്യമായപ്പോൾ ജനം ലിസിമാക്കൂസിനെതിരെ സംഘടിച്ചു. ജനങ്ങൾ പ്രക്ഷുബ്ധരാകുന്നത് കണ്ട് ലിസിമാക്കൂസ് കടന്ന പ്രായവും ഒട്ടും കുറയാത്ത ഭോഷത്വവുമുള്ള ഔരാനൂസിൻ്റെ നേതൃത്വത്തിൽ 3000 ആളുകളെ സായുധരാക്കി നീതീകരിക്കാനാവാത്ത ആക്രമണം അഴിച്ചുവിട്ടു. ലിസിമാക്കൂസ് ആക്രമിക്കുന്നെന്ന് കണ്ടയുടനെ യഹൂദരിൽ ചിലർ അവിടെ കിടന്ന കല്ലുകളും തടിക്കഷണങ്ങളും മറ്റു ചിലർ ചാരവുമെടുത്ത് കണ്ടപാടെ
ലിസിമാക്കോസിൻ്റെയും അനുയായികളുടെയും നേർക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ അവർ പലരെയും മുറിവേൽപ്പിച്ചു, ചിലരെ കൊന്നു, എല്ലാവരെയും തുരത്തി. ദേവാലയ ചോരനെ ഭണ്ഡാരത്തിന് സമീപം വച്ച് വധിച്ചു. ഈ കാര്യത്തെ പ്രതി മെനലാവൂസിനെതിരെ കുറ്റാരോപണങ്ങൾ ഉയർന്നു. രാജാവ് ടൈറിലെത്തിയപ്പോൾ കാര്യാലോചനാ സമിതി നിയോഗിച്ച 3 പേർ വസ്തുതകൾ അവനെ അറിയിച്ചു. പതനം സുനിശ്ചിതമെന്ന് ഗ്രഹിച്ച മെനലാവൂസ് രാജാവിനെ സ്വാധീനിക്കാൻ ദോറിമേനസിൻ്റെ പുത്രൻ ടോളമിക്ക് സാരമായ കോഴ വാഗ്ദാനം ചെയ്തു. ടോളമി കാറ്റുകൊള്ളാൻ എന്ന ഭാവേന രാജാവിനെ സ്തംഭനിരകളുടെ അടുത്തേക്ക് നയിച്ച് മനസ്സ് മാറ്റാൻ പ്രേരിപ്പിച്ചു. തുടർന്ന് രാജാവ് സർവ്വദുഷ്ടതകൾക്കും കാരണമായ മെനലാവൂസിനെ ആരോപണങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. ആ നിർഭാഗ്യന്മാരെ മരണത്തിനേൽപ്പിക്കുകയും ചെയ്തു. അവർക്കാകട്ടെ ഷിഥിയാക്കാരുടെ മുൻപാകെ വാദിച്ചാൽ പോലും മോചനം ലഭിക്കുമായിരുന്നു. നഗരത്തിനും ഗ്രാമങ്ങൾക്കും വിശുദ്ധ പാത്രങ്ങൾക്കും വേണ്ടി വാദിച്ചവർ നീതിക്ക് നിരക്കാത്ത ശിക്ഷ അനുഭവിച്ചു. ടയർ നിവാസികൾ പോലും ഈ പാതകത്തോടുള്ള വെറുപ്പ് വ്യക്തമാക്കാൻ വേണ്ടി അവരുടെ ശവസംസ്കാരം ആഡംബരപൂർവ്വം നടത്താൻ സഹകരിച്ചു. എന്നാൽ മെനലാവൂസ് അധികാരികളുടെ അത്യാഗ്രഹം നിമിത്തം പൗരോഹിത്യ പദവിയിൽ തുടർന്നു. അവൻ ദുഷ്ടതയിൽ വളർന്ന് സ്വജനത്തിനെതിരായ ഗൂഢാലോചനയിൽ മുഴുകി. Chapter 4. The Simon mentioned above as the informer about the funds against his own country made false accusations that it was Onias who threatened Heliodorus and instigated the whole miserable affair. He dared to brand as a plotter against the government the man who was a benefactor of the city, a protector of his compatriots, and a zealous defender of the laws. When Simon's hostility reached such a point that murders were being committed by one of his henchmen, Onias saw that the opposition was serious, and that Apollonius, son of Menestheus, the governor of Coelesyria and Phoenicia, was abetting Simon's wickedness. So he had recourse to the king, not as an accuser of his countrymen, but as a man looking to the general and particular good of all the people. He saw that, unless the king intervened, it would be impossible to have a peaceful government, and that Simon would not desist from his folly. But Seleucus died, and when Antiochus, surnamed Epiphanes, succeeded him on the throne, Onias' brother Jason obtained the high priesthood by corrupt means. In an interview, he promised the king 360 talents of silver, as well as 80 talents from another source of income. Besides this, he agreed to pay 150 more if he were given authority to establish a gymnasium and a youth club for it, and to enroll men in Jerusalem as Antiochians. When Jason received the king's approval and came into office, he immediately initiated his countrymen into the Greek way of life. He set aside the royal concessions granted to the Jews through the mediation of John, father of Eupolemus, that Eupolemus, who would later go on an embassy to the Romans to establish a treaty of friendship with them. He abrogated the lawful institutions and introduced customs contrary to the law. He quickly established a gymnasium at the very foot of the Acropolis, where he induced the noblest young men to wear the Greek hat. The craze for Hellenism and foreign customs reached such a pitch through the outrageous wickedness of the ungodly pseudo-high priest Jason, that the priests no longer cared about the service of the altar. Disdaining the temple and neglecting the sacrifices, they hastened, at the signal for the discus throwing, to take part in the unlawful exercises on the athletic field. They despised what their ancestors had regarded as honors, while they highly prized what the Greeks esteemed as glory. Precisely because of this, they found themselves in serious trouble. The very people whose manner of life they emulated and whom they desired to imitate in everything became their enemies and oppressors. It is no light matter to flout the laws of God, as the following period will show. When the quinquennial games were held at Tyre in the presence of the king, the vile Jason sent envoys as representatives of the Antiochians of Jerusalem to bring their 300 silver drachmas for the sacrifice to Hercules.
But the bearers themselves decided that the money should not be spent on a sacrifice, as that was not right, but should be used for some other purpose. So the contribution destined by the sender for the sacrifice to Hercules was in fact applied by those who brought it to the construction of triremes. When Apollonius, son of Menetheius, was sent to Egypt for the coronation of King Philometor, Antiochus learned that the king was opposed to his policies, so he took measures for his own security. After going to Joppa, he proceeded to Jerusalem. There he was received with great pomp by Jason and the people of the city, who escorted him with torchlights and acclamations. Following this, he led his army into Phoenicia. 3 years later, Jason sent Menelaus, brother of the aforementioned Simon, to deliver the money to the king and to obtain decisions on some important matters. When he had been introduced to the king, he flattered him with such an air of authority that he secured the high priesthood for himself, outbidding Jason by 300 talents of silver. He returned with the royal commission, but with nothing that made him worthy of the high priesthood. He had the temper of a cruel tyrant and the rage of a wild beast. Then Jason, who had cheated his own brother and now saw himself cheated by another man, was driven out as a fugitive to the country of the Ammonites. Although Menelaus had obtained the office, he did not make any payments of the money he had promised to the king, in spite of the demand of Sostratus, the commandant of the citadel, whose duty it was to collect the taxes. For this reason both were summoned before the king. Menelaus left his brother Lysimachus as his substitute in the high priesthood, while Sostratus left Crates, commander of the Cypriots, as his substitute. While these things were taking place, the people of Tarsus and Malus rose in revolt because their cities had been given as a gift to Antiochus, the king's mistress. The king therefore went off in haste to settle the affair, leaving Andronicus, one of his nobles, as his deputy. Then Menelaus, thinking this a good opportunity, stole some gold vessels from the temple and presented them to Andronicus. He had already sold some other vessels in Tyre and in the neighboring cities. When Onias had clear evidence of the facts, he made a public protest, after withdrawing to the inviolable sanctuary at Daphne near Antioch. Thereupon Menelaus approached Andronicus privately and asked him to lay hands on Onias. So Andronicus went to Onias, and by treacherously reassuring him through sworn pledges with right hands joined, persuaded him, in spite of his suspicions, to leave the sanctuary. Then, without any regard for justice, he immediately put him to death. As a result, not only the Jews, but many people of other nations as well, were indignant and angry over the unjust murder of the man. When the king returned from the region of Cilicia, the Jews of the city, together with the Greeks who detested the crime, went to see him about the murder of Onias. Antiochus was deeply grieved and full of pity. He wept as he recalled the prudence and noble conduct of the deceased. Inflamed with anger, he immediately stripped Andronicus of his purple robe, tore off his other garments, and had him led through the whole city to the very place where he had committed the outrage against Onias, and there he put the murderer to death. Thus the Lord rendered him the punishment he deserved. Many sacrilegious thefts had been committed by Lysimachus in the city with the connivance of Menelaus. When word was spread that a large number of gold vessels had been stolen, the people assembled in protest against Lysimachus. As the crowds, now thoroughly enraged, began to riot, Lysimachus launched an unjustified attack against them with about 3,000 armed men under the leadership of Orenas, a man as advanced in folly as he was in years. Reacting against Lysimachus's attack, the people picked up stones or pieces of wood or handfuls of the ashes lying there and threw them in wild confusion at Lysimachus and his men. As a result, they wounded many of them and even killed a few, while they put all the rest to flight. The sacrilegious thief himself they slew near the treasury. Charges about this affair were brought against Menelaus. When the king came to Tyre, 3 men sent by the Senate presented to him the justice of their cause. But Menelaus, seeing himself on the losing side, promised Ptolemy, son of Dorymenes, a substantial sum of money if he would win the king over. So Ptolemy retired with the king under a colonnade, as if to get some fresh air, and persuaded him to change his mind.
Menelaus, who was the cause of all the trouble, the king acquitted of the charges, while he condemned to death those poor men who would have been declared innocent even if they had pleaded their case before Scythians. Thus, those who had prosecuted the case for the city, for the people, and for the sacred vessels quickly suffered unjust punishment. For this reason even some Tyrians were indignant over the crime and provided sumptuously for their burial. But Menelaus, thanks to the covetousness of the men in power, remained in office, where he grew in wickedness and became the chief plotter against his fellow citizens.